നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുകയാണെന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുമോ? നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ കുടികൊള്ളുന്ന ചില ചിന്തകൾ നിങ്ങളുടെ സന്തോഷത്തെ, നിങ്ങളുടെ വിജയത്തെ, നിങ്ങളുടെ സമാധാനത്തെ തടയുന്ന 6 വിഷമയമായ ചിന്തകൾ. 2500 വർഷങ്ങൾക്ക് മുമ്പ് ബുദ്ധൻ ഈ സത്യം കണ്ടെത്തി. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ദുഃഖങ്ങളുടെ വേരുകൾ നമ്മുടെ മനസ്സിലെ ചിന്തകളിലാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് ആ 6 വിഷയങ്ങളെക്കുറിച്ചാണ്. ഒരു കർഷകൻ തന്റെ വയലിൽ വിത്തു വിതയ്ക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കൂ. അയാൾ നല്ല വിത്തുകൾ വിതയ്ക്കുമ്പോൾ നല്ല വിളവ് കിട്ടും. പക്ഷേ കളകൾ വളർന്നാലോ അത് നല്ല ചെടികളെ നശിപ്പിക്കും. നമ്മുടെ മനസ്സും അങ്ങനെയാണ്. നമ്മൾ വളർത്തുന്ന ചിന്തകൾ നമ്മുടെ ഭാവിയുടെ വിത്തുകളാണ്. ചില ചിന്തകൾ നമ്മെ ഉയർത്തുന്നു, ചിലത് നമ്മെ താഴ്ത്തുന്നു. ബുദ്ധന്റെ പഠനങ്ങൾ പ്രകാരം 6 പ്രത്യേക ചിന്താഗതികൾ നമ്മുടെ സന്തോഷത്തിന് ശത്രുക്കളാണ്. ആദ്യത്തെ വിഷചിന്തയാണ് താരതമ്യം. നമ്മൾ എന്തിനാണ് സ്വയം സന്തോഷമില്ലാത്തവരായി തീരുന്നത്? മറ്റുള്ളവരുമായി നമ്മെ തന്നെ താരതമ്യം ചെയ്യുന്നതുകൊണ്ട്. നിങ്ങളുടെ അയൽവാസിക്ക് പുതിയ കാറ് വാങ്ങിയപ്പോൾ നിങ്ങൾക്കെങ്ങനെ തോന്നി? നിങ്ങളുടെ സുഹൃത്ത് വിദേശത്തേക്ക് പോയപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്ത് സംഭവിച്ചു? സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുടെ സന്തോഷകരമായ ഫോട്ടോകൾ കാണുമ്പോൾ നിങ്ങളുടെ സ്വന്തം ജീവിതം വില കുറഞ്ഞതായി തോന്നുന്നുണ്ടോ? ബുദ്ധൻ പറഞ്ഞു, ഓരോ വ്യക്തിയും അവരവരുടെ യാത്രയിലാണ്. ഒരു കല്ല് മൺപാത്രത്തോട് പറയുന്നില്ല, നീ എന്തിന് എന്നെപ്പോലെ കഠിനമല്ല. ഒരു നദി കടലിനോട് ചോദിക്കുന്നില്ല, നീ എന്തിന് ഇത്ര വലുതാണ്. ഓരോന്നിനും അതിൻ്റേതായ പ്രത്യേകതയുണ്ട്, അതിൻ്റേതായ ലക്ഷ്യമുണ്ട്. നിങ്ങൾ മറ്റൊരാളെപ്പോലെ ആകാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളാകുന്നത് നിർത്തുന്നു. നിങ്ങളുടെ ജീവിതം മറ്റൊരാളുടെ നിഴലായി മാറുന്നു. ഒരു ചെറിയ കഥ പറയാം. ഒരു കുട്ടി തന്റെ അമ്മയോട് ചോദിച്ചു, അമ്മേ, എന്റെ സുഹൃത്തിനെല്ലാമുണ്ട്. പുതിയ കളിപ്പാട്ടങ്ങൾ, വലിയ വീട്, നല്ല വസ്ത്രങ്ങൾ. നമുക്കെന്തിനാണ് ഇതൊന്നുമില്ലാത്തത്? അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ആ സുഹൃത്തിന് നിനക്കുള്ളതില്ലായിരിക്കും. നിന്റെ കഴിവുകൾ, നിന്റെ സ്നേഹം, നിന്റെ സ്വപ്നങ്ങൾ. അവൻ അവന്റെ കാര്യങ്ങൾ സന്തോഷത്തോടെ ഉപയോഗിക്കട്ടെ. നീ നിന്റേത് സന്തോഷത്തോടെ ഉപയോഗിക്ക്. താരതമ്യമെന്ന വിഷം നമ്മുടെ മനസ്സിൽ നിന്നില്ലാതാക്കാൻ നാം ഓർമ്മിക്കണം, ഓരോ പൂവിനും അതിൻ്റേതായ സുഗന്ധമുണ്ട്. റോസാപ്പൂവ് താമരപ്പൂവിനോട് അസൂയപ്പെടുന്നില്ല. ചെമ്പരത്തിപ്പൂവ് താമരയോട് താരതമ്യം ചെയ്യുന്നില്ല. ഓരോന്നും അവരുടെ സൗന്ദര്യത്തിൽ പൂർണ്ണമാണ്. നിങ്ങളും അങ്ങനെയാണ്. നിങ്ങളുടെ സൗന്ദര്യം, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, അത് മറ്റാരുടേതുമല്ല, അത് നിങ്ങളുടേതു മാത്രമാണ്. രണ്ടാമത്തെ വിഷചിന്തയാണ് അസൂയ. താരതമ്യത്തിന്റെ ഇരുണ്ട സഹോദരനാണ് അസൂയ. മറ്റുള്ളവർക്കുള്ളത് കാണുമ്പോൾ അവരെ വെറുക്കാൻ തുടങ്ങുന്നു. അവരുടെ വിജയം നമ്മുടെ പരാജയമായി തോന്നുന്നു. അവരുടെ സന്തോഷം നമ്മുടെ ദുഃഖമായി മാറുന്നു. ഇത് മനസ്സിനെ തിന്നുകളയുന്ന ഒരു രോഗമാണ്. ബുദ്ധൻ പറഞ്ഞു, അസൂയ നമ്മെ നശിപ്പിക്കുന്നത് മറ്റുള്ളവരെയല്ല. ഒരു ചെറിയ ദ്വീപിൽ 2 മരങ്ങളുണ്ടായിരുന്നു. ഒന്ന് വലുതും ശക്തവുമായിരുന്നു, മറ്റൊന്ന് ചെറുതും ദുർബലവുമായിരുന്നു. ചെറിയ മരം എപ്പോഴും വലിയ മരത്തോട് അസൂയപ്പെട്ടു. എനിക്കെന്തുകൊണ്ട് അത്രയും വലിയ ശാഖകളില്ല? എനിക്കെന്തുകൊണ്ട് അത്രയും പക്ഷികളില്ല? ഒരു ദിവസം കൊടുങ്കാറ്റ് വന്നു. വലിയ മരം അതിന്റെ ഉയരം കാരണം കാറ്റിലാടി. പക്ഷേ ചെറിയ മരം സുരക്ഷിതമായി നിലനിന്നു. അപ്പോഴാണ് ചെറിയ മരത്തിന് മനസ്സിലായത്, ഓരോന്നിനും അതിൻ്റേതായ ശക്തിയുണ്ട്. അസൂയ എന്നത് മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കാനുള്ള കഴിവിന്റെ അഭാവമാണ്. നിങ്ങളുടെ സുഹൃത്ത് പുതിയ ജോലി നേടിയപ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ അതോ അസൂയയുണ്ടോ? നിങ്ങളുടെ സഹോദരൻ വിജയിച്ചപ്പോൾ നിങ്ങൾ അഭിനന്ദിച്ചോ അതോ മനസ്സിൽ വേദന അനുഭവിച്ചോ? ഇത് നിങ്ങളുടെ ഹൃദയത്തെ കല്ലാക്കുന്നു. മറ്റുള്ളവരുടെ വിജയം ആഘോഷിക്കാൻ പഠിക്കുക. അത് നിങ്ങളുടെ വിജയത്തെ കുറയ്ക്കുന്നില്ല, മറിച്ച് നിങ്ങളുടെ ഹൃദയത്തെ വികസിപ്പിക്കുന്നു. അസൂയ എന്ന വിഷത്തെ മറികടന്ന് മുന്നോട്ടു പോകുമ്പോൾ നമ്മുടെ മനസ്സിന്റെ വാതിലിൽ മുട്ടുന്ന മറ്റൊരു വലിയ ശത്രുവിനെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. മൂന്നാമത്തെ ചിന്ത അല്ലെങ്കിൽ വികാരം നമ്മളെ അപ്പാടെ കരിച്ചുകളയുന്ന ഒന്നാണ്. അത് ദേഷ്യമാണ്, അല്ലെങ്കിൽ ക്രോധം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ദേഷ്യം വരുമ്പോൾ യഥാർത്ഥത്തിൽ ആർക്കാണ് നഷ്ടം സംഭവിക്കുന്നത് എന്ന്? ബുദ്ധൻ ഇതിനെ വളരെ മനോഹരമായൊരു ഉദാഹരണത്തിലൂടെയാണ് വിശദീകരിച്ചത്. മറ്റൊരാൾക്ക് നേരെ എറിയാൻ വേണ്ടി നിങ്ങളൊരു ചുട്ടുപഴുത്ത കനൽ കഷ്ണം വാരിയെടുക്കുന്നു എന്ന് കരുതുക. ആ കനൽ നിങ്ങൾ എറിയാൻ ഉദ്ദേശിക്കുന്ന ആളെ
പൊള്ളിക്കുമോ എന്നുറപ്പില്ല. ചിലപ്പോൾ അത് അയാളുടെ ദേഹത്ത് കൊള്ളണമെന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ആ കനൽ വാരിയെടുത്ത നിമിഷം തന്നെ നിങ്ങളുടെ കൈകൾ അത് പൊള്ളിച്ചിട്ടുണ്ടാകും. എത്ര വലിയ സത്യമാണത്, അല്ലേ? ദേഷ്യം വരുമ്പോൾ നമ്മുടെ ശരീരം വിറയ്ക്കുന്നു, രക്തസമ്മർദ്ദം കൂടുന്നു, മനസ്സിന്റെ സമാധാനം കെട്ടുപോകുന്നു. നമ്മൾ നമ്മളെ തന്നെയാണ് ശിക്ഷിക്കുന്നത്. മറ്റുള്ളവർ ചെയ്ത തെറ്റിന് നമ്മൾ എന്തിനാണ് വിഷം കുടിക്കുന്നത്? ഒരിക്കൽ ഗൗതമ ബുദ്ധൻ ഒരു ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രശസ്തിയിൽ അസൂയ പൂണ്ട ഒരു യുവാവ് അവിടെ വന്ന് അദ്ദേഹത്തെ അസഭ്യം പറയാൻ തുടങ്ങി. മോശമായ വാക്കുകൾ കൊണ്ട് അയാൾ ബുദ്ധനെ ആക്രമിച്ചു. എന്നാൽ ബുദ്ധൻ ശാന്തനായി പുഞ്ചിരിച്ചുകൊണ്ട് നിന്നു. അയാൾക്ക് ദേഷ്യം കൂടി. അയാൾ ചോദിച്ചു, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾക്ക് ദേഷ്യം വരുന്നില്ലേ? നിങ്ങൾ എന്താണ് പ്രതികരിക്കാത്തത്? ബുദ്ധൻ ശാന്തമായി ചോദിച്ചു, സുഹൃത്തേ, നിങ്ങൾ ആർക്കെങ്കിലും ഒരു സമ്മാനം നൽകിയെന്ന് കരുതുക. അവരാ സമ്മാനം സ്വീകരിച്ചില്ലെങ്കിൽ ആ സമ്മാനം പിന്നെ ആരുടേതാണ്? യുവാവ് പറഞ്ഞു, അതെന്റേത് തന്നെയായിരിക്കും. ബുദ്ധൻ പറഞ്ഞു, അതുപോലെയാണിതും. നീ എനിക്ക് തന്ന അസഭ്യങ്ങൾ ഞാൻ സ്വീകരിക്കുന്നില്ല. അപ്പോൾ അത് നിന്റേതു മാത്രമായി അവശേഷിക്കുന്നു. നോക്കൂ, ദേഷ്യമെന്ന ചിന്തയെ മനസ്സിൽ നിന്നൊഴിവാക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി ഇതാണ്. അത് സ്വീകരിക്കാതിരിക്കുക. ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് അവരുടെ കയ്യിലെ വിഷമാണ്. അത് വാങ്ങിക്കുടിക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ല. ദേഷ്യം മനസ്സിൽ സൂക്ഷിക്കുന്നത് പാമ്പിനെ മടിയിൽ വയ്ക്കുന്നത് പോലെയാണ്. അതെപ്പോൾ വേണമെങ്കിലും നിങ്ങളെ കൊത്തിയേക്കാം. ആ പാമ്പിനെ ഇറക്കിവിടൂ. ക്ഷമിക്കുക എന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ സ്വന്തം സമാധാനത്തിന് വേണ്ടിയാണ്. ഇനി നമുക്ക് നാലാമത്തെ ചിന്തയിലേക്ക് കടക്കാം. ഇത് നമ്മളെ ഒരിഞ്ച് പോലും മുന്നോട്ട് നീങ്ങാൻ അനുവദിക്കാത്ത ഒരു ചങ്ങലയാണ്. അതാണ് ഭൂതകാലത്തെക്കുറിച്ചുള്ള പശ്ചാത്താപം. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് സങ്കടപ്പെടുക. എനിക്ക് ആ ജോലി കിട്ടിയിരുന്നെങ്കിൽ, ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ, എന്നെ അവരുപേക്ഷിച്ചില്ലായിരുന്നെങ്കിൽ. ഈ ചിന്തകൾ നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ കാർന്നു തിന്നുന്നു. ഒരു കാര്യം മനസ്സിലാക്കൂ, കഴിഞ്ഞുപോയ സമയമെന്നത് പൊട്ടിയ കുപ്പിയിലെ വെള്ളം പോലെയാണ്. അത് തിരിച്ചെടുക്കാൻ കഴിയില്ല. അതിനെക്കുറിച്ച് ആലോചിച്ച് കരയുന്നതുകൊണ്ട് എന്തു പ്രയോജനം? 2 സന്യാസിമാർ ഒരു നദിക്കരയിലൂടെ നടക്കുകയായിരുന്നു. സന്യാസിമാർ സ്ത്രീകളെ സ്പർശിക്കാൻ പാടില്ല എന്നത് അവരുടെ നിയമമാണ്. ആ സമയത്താണ് ഒരു യുവതി നദി കടക്കാൻ കഷ്ടപ്പെടുന്നത് അവർ കണ്ടത്. ഒഴുക്കുള്ള നദിയാണ്. മുതിർന്ന സന്യാസി ഒട്ടും ആലോചിക്കാതെ ആ യുവതിയെ തോളിലേറ്റി നദിക്കക്കരെ എത്തിച്ചു. എന്നിട്ട് അദ്ദേഹം തന്റെ യാത്ര തുടർന്നു. എന്നാൽ കൂടെയുണ്ടായിരുന്ന ഇളയ സന്യാസിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അയാൾ അസ്വസ്ഥനായിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം അയാൾ ചോദിച്ചു, ഗുരോ, നമ്മൾ സന്യാസിമാരല്ലേ? നമ്മൾ സ്ത്രീകളെ തൊടാൻ പാടില്ലല്ലോ. എന്നിട്ടും അങ്ങ് ആ യുവതിയെ തോളിലേറ്റിയില്ലേ? അത് തെറ്റല്ലേ? മുതിർന്ന സന്യാസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മകനെ, ഞാൻ ആ യുവതിയെ നദിക്കരയിൽ ഇറക്കിവിട്ടു. പക്ഷെ നീ ഇപ്പോഴും അവളെ നിന്റെ മനസ്സിൽ ചുമന്നുകൊണ്ട് നടക്കുന്നല്ലോ. നോക്കൂ, നമ്മിൽ പലരും ആ ഇളയ സന്യാസിയെപ്പോലെയാണ്. സംഭവങ്ങൾ അവസാനിച്ചാലും വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മൾ ആ ഭാരം മനസ്സിൽ ചുമന്നുകൊണ്ട് നടക്കുന്നു. ആ ഭാരം താഴെയിടൂ. ഭൂതകാലം ഒരു പാഠപുസ്തകമാണ്. അത് വായിച്ചു പഠിക്കുക, എന്നിട്ടത് അടച്ചുവെക്കുക. അത് തലയിൽ വെച്ച് നടക്കാനുള്ളതല്ല. ഇന്നലെ എന്നതൊരു ചെക്കാണ്. അത് ക്യാഷ് ചെയ്ത് കഴിഞ്ഞു. നാളെ എന്നതൊരു പ്രോമിസറി നോട്ടാണ്. ഇന്ന് ഈ നിമിഷം മാത്രമാണ് കയ്യിലുള്ള പണം. അത് ബുദ്ധിപൂർവം ഉപയോഗിക്കുക. ഇനി 5ാമത്തെ വിഷം. ഇത് വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അനാവശ്യമായ ഭയമാണ്. ഭാവിയിലേക്കുള്ള ഉത്കണ്ഠ. നാളെ എന്ത് സംഭവിക്കും? എനിക്ക് രോഗം വരുമോ? എന്റെ പണം നഷ്ടപ്പെടുമോ? എന്റെ മക്കൾക്ക് എന്ത് സംഭവിക്കും? ഈ ചിന്തകൾ നമ്മളെ ജീവിക്കാൻ അനുവദിക്കില്ല. ഇതൊരു തരം മാനസികമായ തടവരയാണ്. ബുദ്ധൻ പറയുന്നതിതാണ്, നമ്മൾ ഇതുവരെ നടന്നിട്ടില്ലാത്ത പാലത്തെക്കുറിച്ചോർത്ത് നാം ഇപ്പോൾ പേടിക്കുന്നു. ഭാവിയെക്കുറിച്ചോർത്ത് വ്യാകുലപ്പെടുന്നവൻ വസന്തകാലത്ത് പൂക്കൾ വിരിയുന്നത് കാണാൻ മറന്നുപോകുന്നു. അവൻ എപ്പോഴും ശൈത്യകാലത്തെ ഭയന്ന് ജീവിക്കുന്നു. ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഭയപ്പെട്ട കാര്യങ്ങളിൽ എത്രയെണ്ണം യഥാർത്ഥത്തിൽ സംഭവിച്ചു? ഭൂരിഭാഗവും സംഭവിച്ചില്ല, അല്ലേ? നമ്മൾ നമ്മുടെ മനസ്സിനുള്ളിൽ ഭീകരരൂപങ്ങൾ സൃഷ്ടിക്കുന്നു. ഒരു കുന്നിൻ മുകളിൽ കയറുന്ന ഒരാൾ താഴെയുള്ള പാറക്കെട്ടുകളെ നോക്കി പേടിച്ചാൽ അയാൾക്ക് മുകളിലെത്താൻ കഴിയില്ല. അയാൾ നോക്കേണ്ടത് അടുത്ത ചുവടുവെപ്പിലേക്കാണ്. വെളിച്ചം നിങ്ങളുടെ കാലിനടിയിൽ മതി, കിലോമീറ്ററുകൾ അപ്പുറത്തല്ല. ഇന്നത്തെ ദിവസം ഭംഗിയായി ജീവിക്കുക എന്നതാണ് നാളെയെ സുരക്ഷിതമാക്കാനുള്ള ഒരേയൊരു വഴി.
ഉത്കണ്ഠ എന്നതൊരു കസേരയിലിരുന്ന് ആടുന്നതുപോലെയാണ്. നിങ്ങൾ ചലിക്കുന്നുണ്ട്, പക്ഷെ എവിടെയും എത്തുന്നില്ല. ആ കസേരയിൽ നിന്ന് എഴുന്നേൽക്കൂ. പ്രവൃത്തിയിൽ വിശ്വസിക്കൂ. നാളെ എന്നത് ഒരു സാധ്യതയാണ്. അതിനെ പുഞ്ചിരിയോടെ നേരിടുക. അവസാനമായി 6ാമത്തെ ചിന്ത. ഇത് ഏറ്റവും അപകടകാരിയായ ഒന്നാണ്. സ്വയം കുറച്ചുകാണൽ, അല്ലെങ്കിൽ ഞാൻ ഒന്നിനും കൊള്ളില്ല എന്ന ചിന്ത. നമ്മൾ പലപ്പോഴും നമ്മുടെ ഏറ്റവും വലിയ വിമർശകരാകുന്നു. എനിക്കതിനുള്ള കഴിവില്ല, ഞാൻ കാണാൻ ഭംഗിയില്ല, എനിക്ക് ഭാഗ്യമില്ല. ഈ ചിന്തകൾ നിങ്ങളെ പരാജയത്തിലേക്ക് തള്ളിയിടും. ബുദ്ധൻ പറഞ്ഞു, നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, നിങ്ങൾ അതായിത്തീരുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ലോകം നിങ്ങളെ സ്നേഹിക്കുമെന്ന് എങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയും? നിങ്ങളുടെ ഉള്ളിൽ അനന്തമായ സാധ്യതകൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഒരു വിത്തിനറിയില്ല അത് നാളെ വലിയൊരു മരമായി മാറുമെന്ന്. പക്ഷെ അതിനുള്ള കഴിവ് അതിന്റെ ഉള്ളിലുണ്ട്. നിങ്ങളും ആ വിത്തിനെ പോലെയാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു വനമുണ്ട്. സ്വയം വിശ്വസിക്കുക. നിങ്ങളുടെ കുറവുകളെ നോക്കി കരയാതെ നിങ്ങളുടെ കഴിവുകളെ നോക്കി അഭിമാനിക്കുക. ഓരോ മനുഷ്യനും ഒരത്ഭുതമാണ്, നിങ്ങളും. ഈ 6 ചിന്തകളെ താരതമ്യം, അസൂയ, ദേഷ്യം, ഭൂതകാലത്തെക്കുറിച്ചുള്ള ദുഃഖം, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ, സ്വയം നിന്ദ എന്നിവയെ മനസ്സിൽ നിന്ന് പടിയിറക്കിവിടൂ. ഒരു വീട് വൃത്തിയാക്കുന്നതുപോലെ ദിവസവും മനസ്സ് വൃത്തിയാക്കണം. പൊടിപടലങ്ങൾ വരും, പക്ഷെ അത് തൂട്ടുമാറ്റണം. നിങ്ങളുടെ മനസ്സൊരു തെളിഞ്ഞ ആകാശം പോലെയാകട്ടെ. മേഘങ്ങൾ വരും, പോകും, പക്ഷെ ആകാശം എപ്പോഴും അവിടെയുണ്ട്, വിശാലമായി, ശാന്തമായി. ഈ മാറ്റം ഇന്ന് തന്നെ തുടങ്ങൂ. കണ്ണുകൾ അടച്ച് ഒരു ദീർഘശ്വാസമെടുക്കൂ. എന്നിട്ട് സ്വയം പറയൂ, ഞാൻ ശാന്തനാണ്, ഞാൻ ശക്തനാണ്, എന്റെ സന്തോഷം എന്റെ ഉള്ളിലാണ്. ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ വാക്കുകൾ, ഈ ചിന്തകൾ നിങ്ങൾക്കൊരു വഴികാട്ടിയാകട്ടെ. നിങ്ങളുടെ ജീവിതം പൂത്തുലയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്കൊരു ചെറിയ വെളിച്ചം നൽകിയെന്ന് കരുതുന്നു. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ആ വെളിച്ചം മറ്റുള്ളവരിലേക്കും പകരാൻ മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അറിവ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. നല്ല ചിന്തകൾ പങ്കുവയ്ക്കുമ്പോൾ അത് വർദ്ധിക്കുകയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ശാന്തമായിരിക്കൂ, സന്തോഷമായിരിക്കൂ. നന്ദി.